കേരളത്തിൽ നിന്നും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ കാരണം മനംമടുത്താണ് കിറ്റക്സ് സാബു തൻ്റെ പുതിയ പ്ലാന്റ് തെലങ്കാനയിൽ ആരംഭിച്ചത്. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് കിറ്റക്സ് സാബു തെലങ്കാനയിൽ സ്ഥാപിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം കിറ്റക്സ് സാബു കേരളത്തിൽ തിരിച്ചെത്തി പിണറായി സർക്കാരിനെ വെല്ലുവിളിക്കാൻ. ഇത് ഇടത് ക്യാമ്പിൽ വലിയ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. കുന്നത്തുനാട് എന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരുങ്ങി നിന്ന 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ മുഴുവനായി പടർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കിറ്റക്സ് സാബു. ഇപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കിറ്റക്സ് സാബു നേതൃത്വം നൽകുന്ന 2020 ആണ്. കഴിഞ്ഞ ദിവസം പുതിർക്കയിൽ നടന്ന 2020 സമ്മേളനത്തിൽ കിറ്റക്സ് സാബു നടത്തിയ പ്രസംഗം വിവാദമായതോടെ അദ്ദേഹത്തിനെതിരെ പിണറായി സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. ആദ്യം 153A എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തതെങ്കിലും പിന്നീട് അത് ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും കിറ്റക്സ് സാബു നടത്തിയ പ്രസംഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. ഈ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തോന്നി അവരുടെ കാലിനടിയില് മണ്ണൊലിച്ചു പോവുകയാണെന്ന്. ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞങ്ങള് ഏതാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. റിപ്പോർട്ടുകൾ കിട്ടി കഴിഞ്ഞപ്പോ ഈ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. 282ഓളം കുടുംബങ്ങളെ നീലട്ടർപ്പാള വലിച്ചു കെട്ടി 4 കാലുകൾ കൊടുത്ത് മണ്ണിൽ കിടന്നുറങ്ങുന്നു. മനുഷ്യനും പട്ടിയും പശുവുമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങുന്ന രംഗം. 240ഓളം കുടുംബങ്ങളില് പ്രായമായ സ്ത്രീകളും കുട്ടികളും ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു. 222 വീടുകളില് 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങള്. അപ്പോ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ കൂടുതലായിരുന്നു ഞങ്ങൾ കണ്ടത്. അതിനൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു. 30-40 വീടുകളുള്ള കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെയും കണ്ട് 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 40 കുടുംബങ്ങള്. അവിടെ ഞങ്ങൾ ടാങ്കുകൾ അടിച്ചു. ആദ്യത്തെ കോളനിയിലെ ടാങ്കുകൾ കുത്തി, അവിടെ കുഴൽ കിണർ കുത്തി 20,000 ലിറ്ററിന്റെ ടാങ്ക് പണിതു. 2ാമത്തെ കോളനിയിലെത്തി, അവിടെയും ടാങ്ക് പണിതു. 3ാമത്തെ കോളനിയിലെത്തിയപ്പോ പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് വന്നു. ഇത് നിങ്ങൾ നടത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് ടാങ്ക് പണിയണമെങ്കിൽ ആ കാശ് പഞ്ചായത്തിനെ ഏൽപ്പിക്കൂ, ഞങ്ങളാണ് അത് ചെയ്യേണ്ടത്. അവിടെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്റെ പിന്നിൽ നിൽക്കാമെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. ഞങ്ങൾ നിൽക്കാം. അങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് ഒരു മുതലാളിയുടെ നേതൃത്വത്തില് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോ എന്റെ പിന്നില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 2800 ആളുകളാണ് അണിനിരുന്നത്. ഞങ്ങള് ആ പഞ്ചായത്ത് വളഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ വളഞ്ഞു. അവസാനം അവർക്ക് സ്റ്റോപ്പ് വന്നു, പിൻവലിക്കേണ്ടതായിട്ട് വന്നു. 3ാമത്തെ ടാങ്കും ഞങ്ങൾ കുത്തി. അങ്ങനെയാണ് 2020 എന്നൊരു പ്രസ്ഥാനം ഉദയം ചെയ്തത്. അങ്ങനെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു. കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെ മാടിനേക്കാളും പട്ടിയേക്കാളും കഷ്ടമായിട്ട് മനുഷ്യർ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവിടെ ഞങ്ങൾ വില്ലകൾ നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയത് മനുഷ്യരുടെ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പല വീടുകളിലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം
എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങള് 2014 ഓഗസ്റ്റ് മാസം ഓണത്തിനോടനുബന്ധിച്ച് 40,000 സ്ക്വയർ ഫീറ്റ് ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. അവിടെ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും 50% വില കുറച്ച് കിട്ടുക. അങ്ങനെ 2014 ഓഗസ്റ്റ് 22 ആ മേള ഉദ്ഘാടനം ചെയ്യാമെന്ന് അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് തീരുമാനിക്കുകയും, പക്ഷേ അത് രാഷ്ട്രീയക്കാർ ഇടപെട്ട് അതിനെ തടഞ്ഞു. ഞങ്ങൾ 4 മണിയായി, ഉദ്ഘാടന മന്ത്രി എത്തിയില്ല. മന്ത്രി പറഞ്ഞു ഞാൻ വരില്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനൊരു ബിഷപ്പ് പോയത്. ആ ബിഷപ്പിനെ വിളിച്ചു, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 1 മണിക്കൂർ ആ സ്റ്റാള് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. SDPക്കാരും കോൺഗ്രസുകാരും പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസ് അകത്തോടു കൂടി എത്തി അവിടെയും സ്റ്റോപ്പ് മെമ്മോ പതിപ്പിച്ചു. ആ സമയത്ത് ഇതുപോലെ 4000-ഓളം ആളുകൾ ആ സ്റ്റാളിനകത്തുണ്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായിട്ടുള്ളവരും അടക്കം എല്ലാവരും വളരെ സങ്കടത്തിലായി. പുറത്ത് പോലീസ് സംവിധാനം, SDPക്കാര് അങ്ങനെ അക്രമാസക്തമായിട്ട് നിൽക്കുന്നു, അകത്തും അക്രമാസക്തമായിട്ട് നിൽക്കുന്നു. പുറത്തേക്ക് വിടാതെ ഞങ്ങൾ എല്ലാവരെയും തടഞ്ഞു. രാത്രി 12 മണിയായി. എല്ലാവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവര് വൃത്തികേട് കാണിക്കുന്നത്, ഈ അധികാരം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് 2014 ഓഗസ്റ്റ് 22 രാത്രി 11 മണിക്കാണ് 2020 എന്ന പ്രസ്ഥാനം ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. അന്ന് തീരുമാനിച്ചു 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞപ്പോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDPയും PDPയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഒന്നിച്ചു. 2020 ഒരു ഭാഗത്ത്, മറ്റ് 7 പാർട്ടികളും മറുഭാഗത്ത്. ജനങ്ങളെ 2020യോടൊപ്പം നിന്നു. 72% വോട്ട് നൽകി കിഴക്കമ്പലം പഞ്ചായത്തിലെ 17 വാർഡുകളും വിജയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം 2020 ഏറ്റെടുത്ത ഇന്ത്യയിലെ തന്നെ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പ്രസ്ഥാനം ഒരു പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഞാനന്ന് അധികാരം ഏറ്റെടുക്കുമ്പോ 39 ലക്ഷം കടമാക്കി വെച്ചത് കൊണ്ടാണ് ഇതിന്റെ മുൻ ഭരണസമിതി ഇറങ്ങിപ്പോയത്. 5 വർഷം ഭരിച്ചു. റോഡുകളെല്ലാം BMDC ആക്കി. 2000-ഓളം വീടുകൾ പണിതു. തോടുകളെല്ലാം ക്ലീൻ ചെയ്തു. കൃഷി വീണ്ടും കൊണ്ടുവന്നു. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ 2,72,000 പഞ്ചായത്തുകളിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു വികസനം ഞങ്ങൾ കൊണ്ടുവന്നു. 2020 അധികാരം പൂർത്തിയാക്കുന്ന സമയത്ത് 13,57,00,000 രൂപ ബാങ്കിന് നിക്ഷേപം ഇട്ടുകൊണ്ടാണ് ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ആളുകൾ പറഞ്ഞു 2020 തന്നെ മത്സരിക്കണം, സമീപ പഞ്ചായത്തുകൾ മത്സരിക്കണം. അങ്ങനെയാണ് കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ മത്സരിച്ചത്. മത്സരിച്ചവിടത്തെല്ലാം പ്രതിപക്ഷം പോലുമില്ലാതെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു. ഇന്ന് 2020 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. വെങ്കോല പഞ്ചായത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഇതേ രീതിയിൽ ആക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2021 കുന്നത്തുനാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത
ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു ഇപ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിന് പോകില്ല, പൂത്തൃക്ക പഞ്ചായത്തിന് പോകില്ല, തിരുവാടിയൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡറിട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്ന് പിന്നെ നോക്കും. അങ്ങനെ നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാതിരി 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും. ഒറ്റ ഇരിപ്പ. എന്നിട്ടോ ആരും ഗവനിക്കില്ല. മീറ്റിംഗ് കഴിയും, എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക്, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തുരുത്ത് റോഡില് ഭംഗിയുള്ള, കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എഴുതി വെച്ചു, ഇതിന്റെ തന്ത ഞാനാണ് എന്ന്. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ്? വെലങ്ങിലേക്ക്. അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള്, അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു, എഴുതി വെച്ചു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത്. പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അപ്പോ ആ വൃത്തികെട്ട ജന്തുവാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിടുന്നതായിട്ട് വന്നത്. ആ വൃത്തികെട്ട ജന്തു കാരണമാണ് കുന്നത്ത് നാടിലെ ജനങ്ങള് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമ്പലം നെല്ലാട് റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ആ ജന്തു വരണ കാരണമാണ് എരപ്പമ്പാറ അനിലച്ചോട് റോഡ് പണിയാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ പല റോഡുകളും ഇന്ന് പണിയാൻ സാധിക്കാതെ കിടക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അബദ്ധം ഇനി 2026 നമുക്ക് സംഭവിക്കരുത്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ആപത്തായിരിക്കും നടക്കുന്നത്. ഇപ്പോ ഇവിടെ വന്ന് നമ്മുടെ മീറ്റിംഗ് തുടങ്ങി. ഈ മീറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? പോലീസിനെ വിളിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം പറയുകയാണ്, ഇവിടെ പുറംപോക്കുണ്ട്, ഈ സ്ഥലം അനുവദിക്കാൻ പാടില്ല. ഇതിന് അനുവാദം മേടിച്ചു. പോലീസ് അനുവാദം തന്നതാണ്. എല്ലാ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പോഴാണ് അങ്ങനെ വരുന്നത്. രാത്രി 9 മണിക്ക് വെള്ളിയാഴ്ച രാവിലെ കോടതിയെ സമീപിക്കുകയാണ്. സാധാരണ രീതിയിൽ കോടതി ഒരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല. പക്ഷെ കോടതി എടുത്തു. ഉച്ചമണിക്ക് ഫോണിൽ കൂടി പോലീസിനോട് റിപ്പോർട്ട് എടുക്കാൻ പറയുകയാണ്. 4 മണിക്ക് കോടതി പറഞ്ഞു, ഇവിടെ നവകേരള സദസ്സ് നടത്തിയെങ്കിൽ 2020 നടത്താനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു പോലീസും ഇതിനെ തടയാൻ പാടില്ല, അവരെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, 2012 മുതൽ ഇന്ന് വരെ ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ
എനിക്കറിയാം, എനിക്ക് വ്യവസായിയായ എനിക്ക് ഒരിക്കലും രാഷ്ട്രീയക്കാരന്റെ ആവശ്യമില്ല. എനിക്ക് അധികാരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഈ നാട് നന്നാക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവരുടെ മനസ്സ്, അവരുടെ മുഖം കാണുമ്പോ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത്.